മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഏറെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് 11. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ അംഗങ്ങളായിട്ടുള്ള രണ്ടുപേരാണ് അവിടെ മത്സര രംഗത്ത് സജീവമായിട്ട് ഇരുമുന്നണികൾക്കുള്ളത്. നമ്മോടൊപ്പം ഉള്ളത് UDFന്റെ സ്ഥാനാർത്ഥി ടി ശ്രീജിത്ത് ആണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങള് എൻ്റെ ഒരു 3 ഘട്ടം എല്ലാ വീടുകളിലും കയറി, ഒറ്റയ്ക്കായിട്ടും കൂട്ടമായിട്ടും കയറി. അഭ്യർത്ഥന 2 തവണ ഒരു 75% പൂർത്തിയായി. എല്ലാ കുടുംബങ്ങളിലും എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ട് പ്രചരണം. ഇനി അനുബന്ധമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇനി അടുത്ത ഘട്ടം നമ്മള് എല്ലാ വീടുകളും സ്ലിപ്പ് എത്തിക്കലും അതുപോലെ തന്നെ മെഷീൻ പരിചയപ്പെടുത്തലുമാണ് അടുത്ത നമ്മുടെ ഘട്ടം. ഇവിടെ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാർഡിലെ ഓരോ വീടുകളിലും ഞാൻ സുപരിചിതനാണ്. അതുപോലെ തന്നെ ഏത് സമയത്തും ഓരോ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും എന്താവശ്യം ഉണ്ടായാലും അവരോടൊപ്പം ഇഴകിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വീട്ടിൽ തന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയില്ല. ഇവിടെ ഈ വാർഡിന്റെ ആദ്യത്തെ വാർഡിൽ നിന്നും ഒരു 25% ഒരു ഭാഗം പുതിയ 10ാം വാർഡിലേക്ക് കൂട്ടിച്ചേർത്തപ്പോ പൂച്ചത്തേൽ ഭാഗമാണ് ഇതിനോട് കൂട്ടിച്ചേർത്തത്. അവിടെയും ഞാനിപ്പോ 4 പ്രാവശ്യം പോയിരുന്നു. ആ 4 പ്രാവശ്യം പോയതിൽ നിന്നും ആ വാർഡിലെ ഓരോ അംഗങ്ങളെയും ഞാൻ അറിയുന്ന ആളുകൾ തന്നെയാണ്. അവർക്ക് എന്നെയും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ LDFന്റെ ഇപ്പൊ നിങ്ങളും LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ അംഗങ്ങളാണ്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഞാന് ഇവിടെ മുൻ അംഗം 2015, 2020 കാലഘട്ടത്തിലായിരുന്നു ഈ വാർഡിലെ അംഗമായിരുന്നു. ഇവിടെ ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയാനും കഴിയും. ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാം അറിയാൻ കഴിയും. ഈ വാർഡില് 10-25 വർഷം മുന്നായിട്ട് ഒരു അംഗനവാടി എനിക്ക് പല സ്ഥലത്തും എടുത്തു പറയാൻ പറ്റിയൊരു അഭിമാന നേട്ടമാണത്. ആ അംഗനവാടി പല വീടിന്റെ ഉമ്മറത്തും മറ്റും നടന്നിരുന്നത് സമയത്ത് അതിന് സ്വന്തമായിട്ടൊരു സ്ഥലം കണ്ടെത്തി നമ്മുടെ കൂളത്ത് കബീർക്കാണ് സ്ഥലം വിട്ടു തന്നത്. സ്വന്തമായി സ്ഥലം കണ്ടെത്തി ബഹുമാനപ്പെട്ട അന്നത്തെ MP ET മുഹമ്മദ് ബഷീറിന്റെ ഫണ്ടിൽ നിന്ന് ഒരു കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തി ആ കെട്ടിടം നിർമ്മിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ വാർഡിലെ മിക്ക റോഡുകളും കോൺക്രീറ്റ് ചെയ്തത് ഞാൻ മെമ്പറായിരിക്കുന്ന കാലത്താണ്. കോടഞ്ചേരി ഇളയടത്ത് പറമ്പ് റോഡ് പൂർത്തീകരിച്ച് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിച്ച് ഞാൻ മെമ്പറായ സമയത്താണ്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഒരു പുതിയ റോഡ് യൂണിറ്റി റോഡ് ഉണ്ടാക്കി അതിനും കോൺക്രീറ്റ് ചെയ്തു. മിക്ക റോഡുകളും പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ താങ്കളെ ഈ 11ാം വാർഡിലൊരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളിലെ പ്രവർത്തനങ്ങൾ? ഞാനിപ്പോ ഈ വാർഡില് 3 വട്ടം നടന്ന നിലയിൽ ഈ പൂച്ചത്തേൽ ഭാഗമാണ് ഒരു പുതിയതായി കൂട്ടിച്ചേർത്തത്. അവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ സ്ത്രീകളുടെ ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ട്, കുടുംബശ്രീ എല്ലാതും ഉണ്ട്. പക്ഷെ ഒരു സ്വയം തൊഴിലുള്ള ഒരു സന്നദ്ധമായിട്ട് അവിടെ ഒരു സംഘടന രൂപീകരിക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ മെമ്പറായി കഴിഞ്ഞാൽ തീർച്ചയായും ആ ഭാഗത്ത് വനിതകൾക്കായിട്ട് ഒരു സ്വയം തൊഴിലുള്ള സംരംഭം തുടങ്ങാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കും. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ സമയത്ത് മെമ്പറായിരുന്ന സമയത്താണ് ഇവിടെ ഈ പെരിയാൻതൊടി കോൾപ്പടവില് അവിടെ കാലങ്ങളായിട്ട് തരിശിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ആ പ്രദേശത്ത് കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൾപ്പടവിൽ ഒരു ബണ്ട് നിർമ്മിക്കുക എന്നുള്ളതാണ്. അന്നത്തെ ഞാൻ മെമ്പറായിരിക്കുന്ന സമയത്ത് MGNREGSന്റെ എഞ്ചിനീയർ ശ്രീജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കുകയുണ്ടായി അവിടെ ബണ്ട് നിർമ്മിക്കാൻ. അത് പിന്നെ ഈ കോൾപ്പടവിന്റെ പൊന്നാനി BM കോൾപ്പടവിന്റെ അവര് ബണ്ട് നിർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കാരണമാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാകാതെ പോയത്. ഇപ്പോൾ 2 പദ്ധതിയും ഇല്ലാത്ത അവസ്ഥയാണ്. തീർച്ചയായിട്ടും ആ പദ്ധതിയും യാഥാർത്ഥ്യമാക്കാനായിട്ട് ഞാൻ മുന്നോട്ട് വന്നുകൊണ്ട് തന്നെ അവിടെ കൃഷി പുനരാരംഭിക്കാനുള്ള കാര്യങ്ങളും ചെയ്യും. അതുപോലെ തന്നെ മാറഞ്ചേരി സെന്റർ, മാറഞ്ചേരി അങ്ങാടി ഇപ്പൊ ആകെ മാലിന്യമായിട്ട് കിടക്കുകയാണ്. ഇവിടെ 2 ജീവനക്കാരുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാനായിട്ട്. ആ ജീവനക്കാരെ ഒരുപാട് വർഷമായി ആ ജീവനക്കാരെ അവിടെ നീക്കിയിട്ട് അവര് രണ്ടാമത് തന്നെ അവിടെ 2 ജീവനക്കാരെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ മാറഞ്ചേരിയെ അങ്ങാടിയെ സൗന്ദര്യവൽക്കരിക്കണമെന്നാണ് എന്റെ ആദ്യത്തെ തന്നെ ഒരു ആഗ്രഹം. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തില് ശക്തമായ മത്സരം നടക്കുന്ന 11ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ചാന്തിപ്പുറത്ത് നജീബ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ അംഗം കൂടിയായിരുന്നു. നിലവില് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? വളരെ നന്നായി പോകുന്നു. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ തനിയെ എല്ലാ വീടുകളും സന്ദർശിച്ച് എൻ്റെ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം അത് പൂർത്തീകരിച്ചതിന് ശേഷം 2ാം വട്ടം ബ്ലോക്ക് സ്ഥാനാർത്ഥിയുമായി ഇന്ന് എല്ലാ
ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും അഭ്യർത്ഥനകൾ കൊടുത്ത് 2ാം വട്ടവും ഇന്ന് പൂർത്തീകരിച്ചു. ഇനി വോട്ടേഴ്സിനെ വോട്ട് ചെയ്യുന്നത് പഠിപ്പിക്കലാണ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അനുബന്ധമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, കുടുംബയോഗങ്ങൾ, കൺവെൻഷൻ അങ്ങനെയുള്ള കൺവെൻഷൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. അത് NCP നേതാവ് നാസർക്കാട് വീട്ടിൽ വെച്ചിട്ടാണ് കഴിഞ്ഞത്. ഒരു 10, 80, 90 ആൾ പങ്കെടുക്കുകയുണ്ടായി. ഇനി കുടുംബ കൺവെൻഷനുകൾ, കുടുംബയോഗങ്ങൾ അടുത്ത ദിവസം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ മേഖല തിരിച്ചിട്ട് അതിനുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഇപ്പോ മറ്റേ തെരഞ്ഞെടുപ്പ് രംഗത്ത്, ഇപ്പൊ നേരത്തെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു, ഇപ്പൊ ഇങ്ങനെ വീണ്ടും ഒരു മത്സര രംഗത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം? ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് 2000-ലാണ്. അതിനു മുന്നേ ഞാൻ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അതിനുശേഷം 87-ന് ശേഷം ഞാൻ കോൺഗ്രസിൽ നിന്ന് വിട്ടു നിൽക്കുകയുണ്ടായി. അതിനുശേഷം ഞാനൊരു പാർട്ടിയിലും ഇതില്ലാതെ നിന്നിരുന്ന ഒരു 10-13 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം 2000-ൽ ഇലക്ഷൻ വന്നപ്പോൾ എന്നെ ഇവിടുത്തെ സഖാക്കൾ സമീപിച്ച് എന്തായാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നുള്ളത് പറഞ്ഞ് അന്ന് 2000-ൽ ഞാൻ ഇവിടെ 300 വോട്ടോളം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന UDF വാർഡിൽ നിന്ന് ലീന മുഹമ്മദ് അലിയെ 86 വോട്ടിന് ജയിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ കൂട്ടായ പ്രവർത്തനത്തോടു കൂടിയിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. അതിനുശേഷം വന്ന ഇലക്ഷനിൽ 2005-ൽ ഞാൻ മത്സരിക്കുകയുണ്ടായി. ഞാൻ നല്ല ഭൂരിപക്ഷത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത്. ആ ഒരു ഉത്തരവാദിത്വം ഞാൻ ജനങ്ങളോടും തിരിച്ചു ചെയ്തിട്ടുണ്ട്. അന്ന് സഖാവ് വിജയനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം വളരെ നല്ല ഒരു പ്രവർത്തനമാണ് അന്ന് കാഴ്ചവെച്ചത്. അതിന് പിന്തുണയേകാൻ കഴിഞ്ഞിട്ടുണ്ട്, സന്തോഷമുണ്ട് എനിക്ക്. അദ്ദേഹം കൊടുക്കുന്ന പ്രൊജക്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്ന എല്ലാം ഉണ്ട്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓടിട്ട ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായ ഒരു കെട്ടിടമായിരുന്നു. അത് 3 നില കെട്ടിടമാക്കി ഉയർത്തി. അതിനുശേഷം ഒരു പ്രൊജക്ട് കൊടുക്കുകയുണ്ടായി, മാറഞ്ചേരി ഹോസ്പിറ്റലിന്റെ ന്യൂ ബ്ലോക്ക്. അന്ന് ഇതേപോലെ തന്നെ ഓടിട്ട ഒരു കെട്ടിടം മാത്രമാണ് മാറഞ്ചേരി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അന്ന് അതിൽ ഞങ്ങൾ IP തുടങ്ങുകയുണ്ടായി. അന്ന് IP തുടങ്ങാൻ വേണ്ടി വളരെയധികം പരിശ്രമിക്കുകയൊക്കെ ചെയ്ത്, പക്ഷെ കെടുക്കാൻ രോഗികളെ കിട്ടുന്നില്ലാത്തൊരു സംഭവം ഉണ്ടായി. അതിനുശേഷം അത് അങ്ങനെ ഇട്ടു വീണു. അത് അന്ന് കൊടുത്തൊരു പ്രപ്പോസലാണ് ഇപ്പോൾ മാറഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു 3 നില കെട്ടിടം. അതുപോലെ അന്ന് കൊടുത്തൊരു പ്രൊജക്റ്റാണ് മാറഞ്ചേരി കാഞ്ഞിരമുക്കിലുള്ള ITI കെട്ടിടം. ഇതൊക്കെ അതുപോലെ റോഡുകളുടെ കാര്യത്തിലായാലും കാർഷിക മേഖലയിലും ആരോഗ്യ രംഗത്തായാലും എല്ലാം നല്ല ഒരു ഇത് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചാരിതാർത്ഥ്യമുണ്ട്, എനിക്ക് അതിൽ സന്തോഷമുണ്ട്. അത് വീണ്ടും അങ്ങനെ ഈ ഇപ്പൊ പുതിയ തെരഞ്ഞെടുപ്പിൽ കൂടി വരുമ്പോ, പുതിയ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ അന്ന് 20 കൊല്ലം മുന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതിനാടും ഒന്നുകൂടി അഡ്വാൻസ് ചെയ്തു പോയി. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങളെ ഭരണം ഏൽപ്പിച്ചതിന് ശേഷം ഇപ്പോൾ മാറഞ്ചേരി ഹോസ്പിറ്റലിന്റെ തൊട്ടുഭാഗത്ത് തന്നെ നല്ലൊരു ജിംനേഷ്യം ഉണ്ട്. എല്ലാ ദിവസവും ധാരാളം ആളുകൾക്ക് ഉപകാരമുണ്ട്. അതിൽ എക്യുപ്മെന്റ്സ് മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ടായി ഇപ്പോൾ അടുത്ത്. അതെല്ലാവരും കൂടി കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണ അതിനുണ്ടായിട്ടുണ്ട്. ഇപ്പോ ഈ വാർഡിൽ നിന്ന് ഇപ്പോ 11ാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായിട്ട് താങ്കളെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ ഒരു വികസന കാഴ്ചപ്പാടുകളാണ് താങ്കളിൽ കാണുന്നത്? ഇവിടെ നാടിന് എന്ത് വികസനം വേണോ അതിന്റെ എല്ലാ വാർഡിൽ മാത്രമല്ല മാറഞ്ചേരി പഞ്ചായത്തിന് എന്ത് വികസനം വേണോ അതിനെല്ലാം നമ്മുടെ ശക്തമായ പിന്തുണ ഉണ്ടാവും. ഗ്രാമപഞ്ചായത്തിൽ ഈ 11ാം വാർഡിനെ സംബന്ധിച്ച് റോഡുകളൊക്കെ ഞാൻ വന്നതിന് ശേഷമാണ് അന്ന് വീതി കൂട്ടിയിട്ട് ടാർ ചെയ്യുണ്ടായി. ഇപ്പോഴും അത് ഒന്ന് റീടാറിങ്ങും ചില ഭാഗങ്ങളിലൊക്കെ ആവശ്യമുണ്ട്. അത് എല്ലാ കാര്യങ്ങളിലും ഇടപെടും. അതുപോലെ കാർഷിക മേഖലയിൽ ഇപ്പോൾ കോടഞ്ചേരി പാടശേഖര സമിതി ഒരു 24 ഏക്കർ ഉണ്ട്. അതിന്റെ സെക്രട്ടറി കൂടിയാണ് ഞാൻ. അപ്പോൾ ഇപ്പൊ അതൊരു 3-4 വർഷമായിട്ട് വെള്ളം വറ്റിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ ഇത് കാരണം അത് നടക്കാതെ തരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അതിന്റെ ഒരു മോട്ടോർ ഷെഡ് പാടശേഖരത്തിന്റെ കിഴക്ക് വശത്ത്, ആദ്യം പടിഞ്ഞാറ് കിഴക്ക് വശത്തായിരുന്നു. അപ്പൊ അത് റോഡിന്റെ പടിഞ്ഞാറ് വശത്തേക്ക് ആക്കി അത് പൂർത്തീകരിച്ചിട്ടുണ്ട്.
എന്തായാലും ഇപ്രാവശ്യം തന്നെ അത് കൃഷിയോഗ്യമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നടത്തുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, നടക്കുമെന്നുള്ളത് അറിയില്ല. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തായാലും അത് ചെയ്യും. അതുപോലെ നാടിന് വേണ്ട ജനങ്ങൾ ആവശ്യപ്പെടും അത്. ഇപ്പോ പണ്ടത്തെ പോലെയല്ല. മുന്നേ എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊന്നും ആവശ്യപ്പെടാറില്ല. ഇപ്പൊ ഗ്രാമസഭകളിൽ വന്നിട്ട് അത് വേണം ഇത് വേണം എന്നുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ ഏത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും, നാട്ടുകാർ ആവശ്യപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.